ചണ്ഡീഗഡിൽ തുടരുന്ന സിപിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രതിനിധികളും ഛത്തീസ്ഗഡിലെ സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ്. അവർ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുക എന്നായിരിക്കും നമ്മൾ കരുതുക, പക്ഷെ അല്ല, തനി മലയാളിയാണ്. മലയാളിയായ സജി ആണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം വർഷങ്ങളായി ജനിച്ചതും വളർന്നതുമൊക്കെ കുടുംബമായി ഛത്തീസ്ഗഡിലാണ്. അവിടെ ബസ്തറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ മാവോയിസ്റ്റുകളുടെ ഭീഷണിയൊക്കെ ഉള്ള ഒരു മേഖലയിൽ അതിനെയൊക്കെ അതിജീവിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. മലയാളം നന്നായിട്ട് അറിയാം. തിരുവനന്തപുരത്ത് എവിടെയാണ് നാട്? തിരുവനന്തപുരത്ത് വെട്ടിയൂർക്കാവ്. കുടുംബ വീട് മാവേലിക്കര ചെന്നത്തല. എങ്ങനെയാണ് അവിടെ ഛത്തീസ്ഗഡിലെ ജീവിതം? ജനിച്ചത് അവിടെ ബിലായ് സ്റ്റീൽ പ്ലാന്റ് ഫാദറിന്റെ ജോലിയായിരുന്നു. പിന്നെ അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ പഠിച്ച് പിന്നെ അവിടുന്ന് NMDC എന്ന് പറഞ്ഞൊരു മൈൻസ് ഉണ്ട്, PSU അവിടെ ജോലി കിട്ടി. പിന്നെ അവിടുന്ന് നമ്മൾ AITUCയും പിന്നെ പാർട്ടി പ്രവർത്തനമൊക്കെ അവിടെ നിന്ന് നടന്നു. ഇപ്പൊ 37 ഇയേഴ്സ് ആയി എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട്. മലയാളം വിട്ടിട്ടില്ല? അല്ല, മലയാളം അറിയാലോ, വീട്ടിലെല്ലാരും മലയാളം പറയണം, അപ്പൊ മലയാളം പറയാമല്ലോ. മറ്റൊന്ന്, ഈ പാർട്ടി സെക്രട്ടറിയിലേക്കുള്ള ഒരു വളർച്ച എങ്ങനെയായിരുന്നു? അവിടെ ഞാൻ ആദ്യം തൊട്ട് തന്നെ വർക്ക്മാൻ ആയ സമയത്ത് തന്നെ ഞാൻ AITUCയിലായിരുന്നു. AITUCയിൽ 2 ടൈം അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ സീനിയർ ലീഡേഴ്സ്, അവിടുത്തെ പാർട്ടി സെക്രട്ടറി RDCP റാവ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, സംസ്ഥാന സെക്രട്ടറി. പുള്ളിയുടെ കൂടെ വില്ലേജിലെല്ലാം കറങ്ങാനൊക്കെ പോവും, മീറ്റിംഗ്സിലൊക്കെ പോവും. അങ്ങനെ എല്ലാവരും അറിഞ്ഞ് നമ്മൾ മെയിനായിട്ട് അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. അവിടെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി, ഡിസ്ട്രിക്ട് ഇൻചാർജായി, ഒടുവിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായി കഴിഞ്ഞ സമ്മേളനത്തിൽ. ഇത് ശരിക്കും ഞാൻ അറിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. എന്നോട് P. സന്തോഷ് കുമാറാണ് ഈ വിഷയം പറയുന്നത്. ഞാൻ മാത്രമല്ല, പലരും ഞെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡെലിഗേറ്റായി കേരളത്തിൽ നിന്ന് വന്ന അജയൻ ചേട്ടൻ ശരിക്കും ഞെട്ടിയത് കേട്ടപ്പോ. തീർച്ചയായിട്ടും ഞാൻ ഈ സജി എന്നുള്ള പേര് കേട്ടപ്പോ അവിടുത്തെ ഛത്തീസ്ഗഡിലെ സഖാവായിരിക്കും, അവിടുത്തെ ജനിച്ചു വളർന്ന. ഈ വാർത്ത കണ്ടപ്പോഴാണ്, മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോഴാണ് ഈ സജി തിരുവനന്തപുരത്തുകാരനാണെന്നും തിരുവനന്തപുരത്തു നിന്നുള്ള വേരുകളുള്ള, മലയാളത്തിന്റെ വേരുകളുള്ള ഒരു സഖാവാണെന്നുള്ളത് അറിയുന്നത്. എനിക്ക് സജിയെക്കുറിച്ച് വലിയ അഭിമാനം തോന്നി. കാരണം ബസ്തറിൽ 15 വയസ്സായ കുട്ടികളെ അടക്കം, CPIയുടെ കുട്ടികളെ അടക്കം കരുതട്ടാങ്കിൽ വെച്ചേക്കുന്ന സ്ഥലമാണ്. മാവോയിസ്റ്റുകൾ അതിജീവിച്ചുകൊണ്ട് അവിടെ ഖനി മുതലാളിമാരുടെയും ഒക്കെ ഭീഷണികളെ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ പാർട്ടി വർക്ക് നടത്തുന്നത്. നിങ്ങൾ ഈ അടുത്ത ദിവസം നടന്ന നാരായൺപൂരിൽ നടന്ന സമരത്തിനൊക്കെ സജിയാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ BJPയുടെ ഒരു വലിയ എതിർപ്പ് മാത്രമല്ല, മാവോയിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേരിൽ നടക്കുന്ന മാവോയിസ്റ്റുകളുടെയും മുഖ്യ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള ശത്രുക്കളെ നേരിട്ടുകൊണ്ടാണ് സജിയെപ്പോലെ ഈ കൊച്ചു മനുഷ്യൻ, എന്നാൽ വലിയ മനുഷ്യൻ മാത്രമല്ല, സജി ഇപ്പോൾ പറയുമ്പോൾ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാകുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അങ്ങനെ വന്ന ഒരാളാണ്, AITUCയിലൂടെ വന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനവും കുറച്ച് പാടാണല്ലേ? മാവോയിസ്റ്റുകളുടെയൊക്കെ സ്വാധീനമുള്ള മേഖലയിലല്ലേ ജീവിതം? ഭയങ്കര പാടാ. ഗ്രാമത്തിലൊക്കെ അവർ വരും, മീറ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ വരും. പിന്നെ മെയിനായിട്ട് BJP കോൺഗ്രസ്സുകാർക്ക് കൂടുതൽ ഭീഷണി. നമ്മൾ പോവാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നും ചെയ്യത്തില്ല, ഒരു പേടിയുണ്ട്. പിന്നെ സൽവജുഡം നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത്. അന്ന് മനീഷ് കുഞ്ചാം ഉണ്ടായിരുന്നു. മനീഷ് കുഞ്ചാം പിന്നെ കേസ് ചെയ്ത്. BJPയുടെ ഭീഷണിയുണ്ട്, പ്രത്യേകിച്ച് നൺസിനെയൊക്കെ, കന്യാസ്ത്രീകളെയൊക്കെ അതിക്രമിച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ മുന്നിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ന്യൂനപക്ഷങ്ങളെ, ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുകയാണോ? ഇപ്പൊ കുറച്ച് 2 മാസം കൊണ്ട് ടോട്ടൽ ഛത്തീസ്ഗഡില് മൈനോറിറ്റീസിന്റെ മുകളിൽ കൂടുതൽ അറ്റാക്സ് ആകുന്നുണ്ട്, മെയിനായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുകളിൽ. ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഒരു അധിസൂചന ജാരി ചെയ്ത് എന്താ നമ്മള് അതല്ല ഹൗസ് പ്രെയർ ബാൻ ചെയ്തു. ഹൗസ് പ്രെയർ ചെയ്യണമെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം. അങ്ങനത്തെ അതിനെതിരെ CPI വലിയ പ്രതിഷേധത്തിലാണ് ശരിക്കും. അപ്പം ഞങ്ങൾ ഇനി വന്നിട്ട് ഇപ്പൊ നാരായൺപൂർ ഇഷ്യൂല് സന്തോഷ് ബ്രദർ വന്നായിരുന്നു. അവിടെ വന്നിട്ട് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമ്മേളനമൊക്കെ നടക്കുമല്ലേ, ഇപ്പോൾ 1 മാസത്തെ ടൈം കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്. 1 മാസത്തിനകത്ത് FIR ആയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കും. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഛത്തീസ്ഗഡിൽ നടത്തിയവരാണ്, നാരായൺപൂരിൽ നടത്തിയതാണ്. ഈ ആദിവാസി യുവതികളുടെ പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്നാരോപിച്ചുകൊണ്ട്. ഏതായാലും അവരുടെ പ്രതിനിധികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, മഹിളാ നേതാക്കളൊക്കെ ഉണ്ട്. ഏതായാലും വലിയൊരു ഞെട്ടലും ഒരു പുതിയ കൗതുകമുള്ള ഒരു കാര്യമാണ്. മലയാളിയായ ഛത്തീസ്ഗഡിലെ പാർട്ടി സെക്രട്ടറിയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൽ, റിപ്പോർട്ടർ, ചണ്ഡീഗഡ്.